ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. ഈ മീഡിയയിലൂടെ ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ ഒരവസരം കൂടി ലഭിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സുദീർഘമായ ലോകചരിത്രം വർണ്ണാഭമാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചരിത്രപാതയിൽ പലപ്പോഴായി വന്നു പോകുന്ന മഹാരഥന്മാരായ ജനനേതാക്കന്മാർ, ദാർശനികന്മാരും ചിന്തകന്മാരും അതുപോലെ ലോകാരാധ്യരായ ആളുകളും. ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിന് കുറെ കൂടെ ചൈതന്യം നൽകുന്ന ഒന്നാണ്. ഒരു സംഭവം ഞാൻ ഓർത്തു പോകുന്നത്, ആംഗ്ലേയ സാഹിത്യ ചരിത്രത്തിൽ ശ്രേഷ്ഠനായ ഒരു സാഹിത്യ പ്രതിഭയായിരുന്നു സർ ചാൾസ് ലാംബ്. അദ്ദേഹം സാഹിത്യകാരനാണ്, ദാർശനികനാണ്. അപ്പോൾ തന്നെ ധാരാളം ആളുകൾക്ക് ഒരാരാധനാപാത്രമായി മാറിയിട്ടുള്ള ഒരു മഹാരഥനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ ധാരാളം ആളുകളുമായി സംവദിക്കുവാനും കൂടിക്കാഴ്ചകൾ നടത്തുവാനും അവരോടൊക്കെ സാഹിത്യവും ദാർശനികവുമായ വിഷയങ്ങൾ ആധികാരികമായി പറയുവാനും ഒക്കെ സാവകാശം ലഭിച്ചിട്ടുണ്ട്. പ്രായാധിക്യത്തിലെത്തിയെങ്കിലും സജീവമായൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ സന്ധ്യാവേളയിൽ ധാരാളം ചിന്തകന്മാർ, ദാർശനികന്മാർ, എഴുത്തുകാർ, കലാകാരന്മാർ ഒന്നിച്ചു കൂടുക പതിവാണ്. അങ്ങനൊരു ദിവസമാണ് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നത്. അവിടെ കൂടി വരുന്ന ആളുകളിൽ പണ്ഡിതന്മാരുണ്ട്, സമകാലികമായ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നവരുണ്ട്, ഉന്നതന്മാരായ ആളുകൾ വരാറുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് വരുമ്പോൾ ഏതെങ്കിലും പ്രാധാന്യമർഹിക്കുന്ന ഒരു സമകാലിക വിഷയങ്ങൾ അവർ അവതരിപ്പിക്കുകയും ആ വിഷയങ്ങൾ സംബന്ധിച്ച് അവർ ചർച്ചകൾ നടത്തുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസം അന്നത്തെ ആ പണ്ഡിത സദസ്സിൽ ഒരാൾ അവതരിപ്പിച്ച ഒരു വിഷയം ഇങ്ങനെയാണ്: ആ പഴയ യേശു ഉണ്ടല്ലോ, നസ്രയത്തുകാരൻ യേശു, ജീസസ് ഫ്രം നസ്രത്ത്, അദ്ദേഹം ഈ സമയത്ത് നമ്മുടെ സദസ്സിലേക്ക് വരികയാണെങ്കിൽ ഏത് നിലയിലാണ് നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുക? ഈ ചോദ്യം വളരെ വിചിത്രമാണ്, രസകരമാണ്. എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് നസ്രയത്തുകാരനായ യേശു. എന്നാൽ അവതാരകൻ പ്രതീക്ഷിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ്, ഒരു സംവാദത്തിൻ്റെ അന്ത്യമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. കാരണം യേശു സാധാരണക്കാരനാണ്, അത്ര പറയത്തക്കതായ സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല, ശാസ്ത്രജ്ഞാനം ലഭിച്ചിട്ടില്ല, അങ്ങനെ ശ്രദ്ധേയമായ യാതൊരു സാഹിത്യ സംഭാവനകളും ചരിത്രത്തിന് നൽകിയിട്ടില്ല. ഒരു സാധാരണക്കാരൻ. അദ്ദേഹം വരികയാണെങ്കിൽ ഈ പണ്ഡിത സദസ്സിൽ കൂടിയിരിക്കും നമുക്ക് ഏത് നിലയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കും? നെഗറ്റീവായിട്ടുള്ള ഉത്തരമാണ് ഈ അവതാരകൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. ചാൾസ് ലാംബിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയവും വളരെ തന്മയത്വത്തോട് കൈകാര്യം ചെയ്യുന്ന ഒരു മഹാപ്രതിഭയാണ്. എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവം തനിക്കുണ്ട്. ചാൾസ് ലാംബ് ഏത് സമയവും അദ്ദേഹത്തിൻ്റെ തലയിൽ തൊപ്പി ഉണ്ടാകും, അദ്ദേഹത്തിന് ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടാകും, കാലിന്മേൽ കാല് കയറ്റി വെച്ച് അദ്ദേഹം ഇരിക്കുകയുള്ളൂ. ആരുടെ മുമ്പിൽ തലകുനിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് എല്ലാ നിലയിലും ഒരാഢ്യത്വമുണ്ട്. ഇതൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിലാണ് യേശു എന്ന ആ സംജ്ഞ ഉച്ചരിക്കപ്പെട്ടത്. നസ്രയത്തുകാരൻ യേശു, യേശു എന്നുള്ള ആ സംജ്ഞ കേട്ട മാത്രയിൽ ചാൾസ് ലാംബ് ഇരുന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ തലയിലെ തൊപ്പിയെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്രശിരസ്കനായി അദ്ദേഹം എല്ലാവരും കാണുക പറഞ്ഞത് ഇങ്ങനെയാണ്, കൈകൂപ്പി പറയുകയാണ്: അത് ഇപ്പോൾ സംഭവിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ധന്യനാകുമായിരുന്നു എന്ന് പറഞ്ഞു.
ഒരു ഉത്തരവും ആർക്കും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പരുവത്തിലായി. വന്നുകൂടിയ ആളുകളെല്ലാം ചാൾസ് ലാംബിനോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, എത്രയോ ഉന്നതന്മാരായ ആളുകൾ വന്നിട്ടുണ്ട്, ശ്രേഷ്ഠന്മാരായ ആളുകൾ വന്നിട്ടുണ്ട് ചരിത്രത്തിൽ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവരിൽ പലരും സാഹിത്യത്തിന്, സംസ്കാരത്തിന്, ലോക ജനതയ്ക്ക് വളരെ കാര്യപ്രസക്തമായ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, കവിതകൾ രചിച്ചിട്ടുണ്ട്, പാട്ടുകൾ പാടിയിട്ടുണ്ട്, ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അവരെല്ലാം പാണ്ഡിത്യമുള്ള ആളുകളായിരുന്നു, മഹാപ്രതിഭയായിരുന്നു. ആ നിലയിൽ, ആ നിലവിൽ, ആ സാധ്യതയിൽ യാതൊന്നും കാണുവാൻ നിവൃത്തിയില്ലാത്ത ഒരു സാധാരണക്കാരനായിരുന്നു ഈ നസ്രയത്തിലെ യേശു. അദ്ദേഹം ഒരു കുലത്തൊഴിലുമായി നാം ബന്ധിപ്പിച്ച് നോക്കുകയാണെങ്കിൽ വെറും ഒരു തച്ചൻ്റെ മകനാണ്, ഒരു ജൂവിഷ് കാർപ്പൻ്ററാണ് തച്ചൻ്റെ മകൻ. അങ്ങനെയുള്ള ഒരാൾ ഈ പണ്ഡിത സദസ്സിലേക്ക് വന്നാൽ എങ്ങനെയാണ് നാം അദ്ദേഹത്തെ സ്വീകരിക്കുക? അദ്ദേഹത്തെ തിരസ്കരിക്കും, അവഗണിക്കും, പുറത്താക്കും. ഇതാണ് ഈ പണ്ഡിത വേദിയിൽ അവതാരകൻ പ്രതീക്ഷിച്ച പ്രത്യുത്തരം എന്നുള്ളത്. പക്ഷേ സംഭവിച്ച് നേരെ തിരിച്ചാണ്. അവരെല്ലാം പണ്ഡിതന്മാരാണ്, പ്രമാണികളാണ്, എല്ലാം ശരിയാണെങ്കിലും ആ ഒറ്റ സംജ്ഞ കേട്ട മാത്രയിൽ മഹാപണ്ഡിതനായ ഈ സർ ചാൾസ് ലാംബ് കുതിച്ചെഴുന്നേറ്റ് ആ തൊപ്പിയെടുത്ത് മാറ്റി വളരെ ഭവ്യതയോടുകൂടെ ഒരാരാധനാത്മകമായ നിലയിൽ തന്നെ അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണെങ്കിൽ, ആ യേശു ഇപ്പോൾ വന്നിരുന്നുവെങ്കിൽ എൻ്റെ ആയുസ്സിൽ ഞാൻ ധന്യനാകുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, യേശുവിൻ്റെ ഔന്നത്യം, യേശുവിൻ്റെ പ്രതാപം, യേശുവിൻ്റെ മഹത്വം ദൃശ്യമായ നിലയിൽ, കാണത്തക്ക നിലയിൽ, അടയാളപ്പെടുത്തത്തക്ക നിലയിൽ യാതൊന്നുമല്ലായിരുന്നു എന്നുള്ള വാസ്തവമാണെങ്കിലും ആ ആളത്വം, ആ വ്യക്തിത്വം, ആ ജീവിത ശൈലി എന്ന് പറയുന്നത് അനേകരെ ആകർഷിക്കുന്ന നിലയിലുള്ളതാണ്. അനേകരുടെ ആരാധന ഏറ്റുവാങ്ങത്തക്ക നിലയിലുള്ളത് യോഗ്യനായ ഒരു പുരുഷനാണെന്നുള്ള വ്യക്തി, ആ വലിയ സൗവാർത്ത ഇതാ ചാൾസ് ലാംബ് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതുപോലെ ലോകത്തിൽ അനേക ആളുകൾ വന്നിട്ടുണ്ട്, യേശുവിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്, യേശുവിനെ കണ്ടിട്ടുണ്ട്, യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ, ധാരാളം പ്രതിഭകൾ അദ്ദേഹത്തിൻ്റെ സമകാലിക ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. തന്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, വിദ്വാൻമാരുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ഒരു കുറഞ്ഞ ആളായിട്ടല്ല ചരിത്രത്തിന് യേശുവിനെ കാണുവാൻ കഴിഞ്ഞത്. മഹാരാധ്യനായിട്ട് തന്നെ അവിടുത്തെ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് യേശുവിന് ജനങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും നിലയിലുള്ളതായ ഒരു പ്രസക്തിയോ പ്രാധാന്യമോ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്നത്? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, യേശുവിനൊപ്പം യേശു മാത്രമേ ഉള്ളൂ. ലോകചരിത്രത്തിൽ ആരെല്ലാം വന്നുപോയാലും അവർ വന്നു പോയി എന്നതിൽ കവിഞ്ഞ് സ്ഥായിയായി സമൂഹം ഓർക്കത്തക്ക നിലയിൽ, ചരിത്രം ഓർക്കത്തക്ക നിലയിൽ, ചരിത്രം എന്നുമെന്നും ആരാധിക്കത്തക്ക നിലയിൽ അത്ര അമൂല്യമായ യാതൊന്നും അവർ ലോകത്തിന് കൈമാറിയിട്ടില്ല എന്നുള്ളത്, ചരിത്രത്തിന് ഇല്ല എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ്, യാഥാർത്ഥ്യം തന്നെയാണ്. യേശു വിമർശിക്കപ്പെട്ടിട്ടുണ്ടാകാം, യേശു ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാകാം, യേശുവിലും കുറ്റം കണ്ടെത്തുവാനുള്ളതായ ശ്രമങ്ങൾ പലരും നടത്തിയിട്ടുണ്ടാകാം, അതെല്ലാം സംഭവിച്ചിട്ടുണ്ടാകാം, സംശയമില്ല. എന്നാൽ യേശുവിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാൻ ആർക്കും നിവൃത്തിയില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്. പല ആളുകളും യേശു ഇല്ല എന്ന് പറയാറുണ്ട്, യേശു ചരിത്ര പുരുഷനെ അല്ല എന്ന് പറയാറുണ്ട്, യേശുവിനെ ലോക ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തീർത്തു പറയാറുണ്ട്. റനാൻ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദി, ഏണസ്റ്റ് റനാൻ, അദ്ദേഹം ചിന്തിച്ചു, യേശുവിനെ പറ്റിയുള്ള പ്രസംഗങ്ങൾ എന്തുമാത്രം നടക്കുന്നു, യേശുവിനെ പറ്റി എന്തുമാത്രം പഠനങ്ങൾ നടത്തുന്നു, യേശുവിനെ പറ്റിയുള്ള അവകാശവാദങ്ങൾ വേണ്ടുവോളമുണ്ട്. പക്ഷേ യേശു ഒരു സങ്കല്പമാണ്, ഒരു മിഥ്യയാണ്, യേശു അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പുതിയ ചിന്താഗതി സമൂഹത്തിൽ കൈമാറിയാൽ അത് നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഏണസ്റ്റ് റനാൻ, ഫ്രഞ്ച് നാസ്തികനായ ഏണസ്റ്റ് റനാൻ
യേശു ജീവിച്ചു, പ്രവർത്തിച്ചു, വളർന്നു എന്നൊക്കെ പറയപ്പെടുന്ന ആ ഭൂമി കണ്ടെത്തുവാൻ, ആ സ്ഥലം സന്ദർശിക്കുവാനുള്ള ഒരു വലിയ ശ്രമം നടത്തുകയാണ്. അങ്ങനെ സന്ദർശിച്ചിട്ട് ഒടുവിൽ യേശു സങ്കല്പമാണ്, മിഥ്യയാണ്, ഈ പറയത്തക്കതായ യാതൊരു പ്രാധാന്യവുമില്ല എന്ന് വരുത്തി തീർത്ത് ഒരു പുസ്തകം രചിക്കണം എന്ന് തീരുമാനിച്ച് ഒരു യാത്ര പലസ്തീനയിലേക്ക് പോയി. യേശു ജനിച്ചു, യേശു വളർന്നു, യേശു പ്രസംഗിച്ചു, ജീവിച്ചു എന്നൊക്കെ പറയുന്ന ആ സ്ഥലമെല്ലാം അദ്ദേഹം നടന്ന് കണ്ടു. സമകാലിക ചരിത്രങ്ങൾ പരിശോധിച്ചു. അതുപോലുള്ളതായ സാംസ്കാരികമായ രീതികളും ക്രമീകരണങ്ങളും അദ്ദേഹം അന്വേഷിച്ചു, എല്ലാം കണ്ടെത്തി. ഒരു പരുവത്തിൽ വന്നപ്പോൾ അദ്ദേഹം യേശുവിൻ്റെ ചരിത്രം എഴുതുവാനായിട്ട് തുടങ്ങി. നെഗറ്റീവായിട്ട് എഴുതുവാനാണ് താൻ ആഗ്രഹിച്ചത്. പക്ഷേ എഴുതി വന്നപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം എഴുതി വന്നത് യേശു ചരിത്ര പുരുഷനാണ് എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം വളരെ ശക്തമായി എഴുതി തീർത്തു. അങ്ങനെയാണ് അദ്ദേഹം യേശുവിൻ്റെ ചരിത്രം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ യേശുവിനെ പറ്റിയുള്ള നിഷേധാത്മകമായ ആ മുൻവിധികളെല്ലാം മാറി അദ്ദേഹത്തിന് വലിയ ബോധ്യവും വിശ്വാസവും ഉണ്ടായി. അങ്ങനെയാണ് ആ വിശുദ്ധ നാട്ടിൽ നിന്ന് അദ്ദേഹം മടങ്ങിപ്പോയത്. അദ്ദേഹം എഴുതിയ ആ ജീവചരിത്രം, യേശുവിൻ്റെ ചരിത്രം വളരെ പ്രസക്തമാണ്, പ്രാധാന്യമുള്ളതാണ്. അത് ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെനാനാണ് പറഞ്ഞത്, ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് ചരിത്ര പഠനം നടത്തുവാൻ, ലളിതമായ നിലയിൽ ചരിത്ര പഠനം നടത്തുവാൻ സഹായിക്കുന്ന ചരിത്രത്തിൻ്റെ മധ്യബിന്ദുവാണ് യേശു ക്രിസ്തു എന്നുള്ള യാഥാർത്ഥ്യം. അതെ, നാം ഇന്ന് ചരിത്രത്തെ പഠിക്കുന്നത് യേശുവിലൂടെയാണ്, യേശുവിനെ കണ്ടുകൊണ്ടാണ്, യേശുവിനെ മനസ്സിലാക്കിയിട്ടാണ്. ആ നിലയിൽ ദാർശനികന്മാർ പറഞ്ഞു വയ്ക്കുന്നത് ലോക ചരിത്രം എന്ന് പറയുന്നത് യേശുവിൻ്റെ ചരിത്രമാണ്. അങ്ങനെയാണ് ചരിത്രത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നത്. ലോക ചരിത്രത്തെ പഠിക്കാൻ, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. അവിടെ എല്ലാം നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന മഹാനായ വ്യക്തിയാണ്. എൻ്റെ ധാരണയിൽ എൻ്റെ മനസ്സിൽ വരുന്ന അനേക സംഭവങ്ങൾ ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. കേരളീയരായ മലയാളികളായ നമുക്കൊക്കെ പെട്ടെന്ന് ഓർക്കുവാൻ സാധിക്കുന്ന ഒരു വിഷയമുണ്ട്. യേശുവിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് വിധേയപ്പെട്ട് എഴുതപ്പെട്ട ധാരാളം ചരിത്ര പുസ്തകങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്ര പുസ്തകത്തിൽ, ഒരു പുസ്തകത്തിൽ പറയുന്നത് യേശു ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു മലയാളി ഗവേഷകൻ എഴുതിയ ഒരു പുസ്തകമാണ്, യേശു ജീവിച്ചിരുന്നിട്ടില്ല. ആ പുസ്തകം പുറത്തു വന്നു. ഞാൻ ആ പുസ്തകം വായിച്ചു. എനിക്ക് തോന്നി ഇതിനൊരു മറുപടി എഴുതണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ ആ പുസ്തകത്തിന് ഒരു മറുപടി എഴുതി. മലയാളിയായ കേരളീയനായ മഹാനായ ഒരു യുക്തിവാദി നേതാവാണ് ആ പുസ്തകം രചിച്ചത്. ആ പുസ്തകത്തിന് ഞാൻ മറുപടി എഴുതി. യേശു മിഥ്യാവാദം ഒരു പഠനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം എഴുതിയപ്പോൾ എന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു കാര്യം, ഇതേ യുക്തിവാദി നേതാവ് തന്നെ മുൻപ് യേശുവിനെ പറ്റി എഴുതിയിരിക്കുന്ന യുക്തിവാദി മാസികകളിൽ യേശുവിനെ പറ്റി എഴുതിയിരിക്കുന്ന അനേക ലേഖനങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. ആ ലേഖനങ്ങളെല്ലാം ഞാൻ ഓർത്തെടുത്തു. അത് പലതും എൻ്റെ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം നേരത്തെ യേശുവിനെ പറ്റി എഴുതിയിരുന്ന പല കൊട്ടേഷനുകൾ, പല സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ പകർത്തി എഴുതിയിട്ട് ഇപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന നിഷേധാത്മകമായ വാദഗതികൾക്കെല്ലാം മറുപടി രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ ഓർക്കുക. ആ പുസ്തകം ധാരാളം ആളുകളുടെ കൈകളിൽ വന്നിട്ടുണ്ട്. യേശു മിഥ്യയല്ല, യേശു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം നേരത്തെ യേശുവിനെ പറ്റി എഴുതിയിരിക്കുന്ന അതേ വാദഗതികൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് യേശു യാഥാർത്ഥ്യമാണ് എന്ന്, ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ന് എനിക്ക് സമർത്ഥിച്ച് തെളിയിച്ച് ആ വാദഗതിക്ക് ഒരു അവസാനം വരുത്തുവാനായിട്ട് സാധിച്ചത്. യേശു ജീവിക്കുന്നു. അദ്ദേഹം പറയുകയാണ് യേശുവിൻ്റെ മരണം, ആ മരണത്തിന് അദ്ദേഹം പറയുന്ന പരിപാടി, അന്ന് യേശുവിനുണ്ടായ രോഗം എന്ന് പറയുന്നത് ഫ്ലൂറസി രോഗം ബാധിച്ചാണ് അദ്ദേഹം മരിച്ചതെന്നാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, ജീവിച്ചിരുന്നിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗം ഇന്നതാണെന്ന് തീർത്ത് പറയുവാനായിട്ട് ഈ യുക്തിവാദി നേതാവിന് സാധിക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം ജീവിച്ചിരുന്നു, ഈ രോഗം ബാധിച്ച് അദ്ദേഹം മരിച്ചു എന്നല്ലേ
അദ്ദേഹം ജീവിച്ചിരുന്ന യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നു. ലോക ചരിത്രത്തിൽ ഏത് നിലകളിൽ നാം ചിന്തിച്ചാലും അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദ ചരിത്രത്തിലും റോമൻ ചരിത്രത്തിലും യേശുവുണ്ട്, യേശുവിൻ്റെ അസ്തിത്വമുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. യേശുവിനെ ഒഴിവാക്കിയിട്ട് യഹൂദ ചരിത്രം രേഖപ്പെടുത്തുവാൻ നിവൃത്തിയില്ല, റോമൻ ചരിത്രം രേഖപ്പെടുത്തുവാൻ നിവൃത്തിയില്ല. ഫ്ലാവിയസ് ജോസഫസിൻ്റെ യഹൂദ ചരിത്രം വായിച്ചുള്ളവർക്ക് അറിയാം, അവിടെ നിസ്തുല്യനായ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്, ജീവിക്കുന്നുണ്ട്, അവിടുത്തെ സാന്നിധ്യമുണ്ട്, വ്യക്തമായി കാണാൻ കഴിയും. റോമൻ ചരിത്രത്തിലേക്ക് നാം വരികയാണെങ്കിൽ അഗസ്റ്റസ് സീസറിൻ്റെ കാലം മുതൽ തിബേരിയാസ് കൈസറുടെ കാലം വരെയുള്ള ആ കാലഘട്ടത്തിൽ ഏകദേശം 33.5 വയസ്സ് വരെ ഉള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ കാലഘട്ടമാണ്. യേശു അവിടെ ജീവിച്ചിരുന്നു, യേശു പ്രവർത്തിച്ചിരുന്നു, യേശു ജനങ്ങളോടുകൂടെ സ്നേഹിച്ച് മുൻപോട്ട് പോയിരുന്നു, യേശു പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ധാരാളം ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. മരിച്ചു, അത് യാഥാർത്ഥ്യമാണ്. ആ മരണം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ആ മരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഷ്ടാനുഭവങ്ങളുടെ തികവ് കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചു, സഹിച്ചു, വിവിധങ്ങളായ പ്രശ്നങ്ങൾ അനുഭവിച്ചു, പ്രതിസന്ധികളുണ്ടായി, പോരാട്ടങ്ങളുണ്ടായി, ആരോപണങ്ങളുണ്ടായി, വിമർശനങ്ങളുണ്ടായി, ആക്ഷേപങ്ങളുണ്ടായി, ഒറ്റപ്പെടുത്തലുണ്ടായി. അദ്ദേഹത്തെ ക്രൂശിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ക്രൂശിച്ചു. ആ ക്രൂശീകരണം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിലെ നിർണായകമായ ഒരു സന്ദർഭമാണ്, ഒരു സംഭവമാണ്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച വിചാരണ കോടതികളിൽ യേശുവിൽ ആരോപിക്കപ്പെട്ട യാതൊരു തെറ്റും കുറ്റവും അത് ശരിയാം വണ്ണം തെളിയിക്കുവാനായിട്ട് ആർക്കും സംഗതിയായിട്ടില്ല. സാക്ഷ്യങ്ങളെല്ലാം യാതൊരു പ്രസക്തിയും പ്രാധാന്യവുമില്ലാത്ത വെറും വായ്മൊഴികളായിട്ട് തള്ളപ്പെട്ടു. ഏറ്റവും അവസാനം പീലാത്തോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ആ കുറ്റവിചാരണയിൽ അവസാനമായി പറഞ്ഞ വാക്ക് എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പീലാത്തോസ് പറയുകയാണ്, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടിട്ടില്ല. മരണശിക്ഷയ്ക്ക് വിധേയപ്പെടുവാനുള്ള ഒരു കുറ്റവും ഞാൻ കണ്ടിട്ടില്ല. നിരപരാധിയാണ്, കുറ്റം ഇല്ലാത്തവനാണ്, തിന്മ ചെയ്യാത്തവനാണ്, ആരെയും ഉപദ്രവിച്ചിട്ടില്ലാത്തവനാണ്, ആരെയും ചതിച്ചിട്ടില്ലാത്തവനാണ്, വഞ്ചിച്ചിട്ടില്ലാത്തവനാണ്, തെറ്റില്ലാത്തവനാണ്, നല്ല ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്. എങ്കിലും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാൻ തന്നെ, അല്ലെങ്കിൽ വധശിക്ഷ കൊടുക്കുവാൻ തന്നെ, ക്രൂശാരോഹണം നടത്തുവാൻ തന്നെ നിർബന്ധിക്കപ്പെട്ടു. എന്നിട്ട് ക്രൂശിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. തെറ്റ് ചെയ്തിട്ടില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, അനീതി പ്രവർത്തിച്ചിട്ടില്ലാത്ത, വഞ്ചന ചെയ്തിട്ടില്ലാത്ത യേശു അകാരണമായി ശിക്ഷിക്കപ്പെട്ടു. ലോകത്തിന് മുൻപിൽ കാഴ്ചപ്പാടിൽ ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന് യേശു ഒരു കുറ്റവാളിയെ പോലെ ശിക്ഷിക്കപ്പെടുകയാണ്. അന്നത്തെ റോമൻ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ, ഹീനമായ, മൃഗീയമായ ശിക്ഷാക്രമം എന്ന് പറയുന്നത് ക്രൂശീകരണമാണ്. ക്രൂശീകരണം അങ്ങേയറ്റത്തെ അപമാനകരമായ ശിക്ഷയാണ്. എന്നാൽ റോമൻ ചക്രവർത്തിമാരുടെ ഒരു സന്തോഷമാണ് ആളുകളെ ക്രൂശിച്ചു കൊല്ലുക എന്നുള്ളത്. അത് അവരെ വലിയ സന്തോഷമാണ്. എത്ര ആളുകളെ കൊന്നു, ക്രൂശിച്ചു കൊന്നു എന്നുള്ളത് വീമ്പിളക്കത്തക്ക നിലയിൽ അന്നത്തെ ഏറ്റവും ആവേശമുള്ള ഒരു ശിക്ഷാ സമ്പ്രദായമായിട്ടാണ് നടന്നിട്ടുള്ളത്. യേശുവിനെ ക്രൂശിച്ചു കൊന്നു. പക്ഷെ ആ ക്രൂശീകരണത്തിൻ്റെ പുറകിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവ്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കുക, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം, എല്ലാ സംസ്കൃതികളിലേക്കും തിരിഞ്ഞു നോക്കണം. മതങ്ങളുണ്ട്, മതാചാരങ്ങളുണ്ട്, മതാനുഷ്ഠാനങ്ങളുണ്ട്, മതപരമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം മുഖ്യമായൊരു കാര്യം മനുഷ്യൻ പാപിയായിരുന്നു, പാപിയാണ്, പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തുറന്ന് സമ്മതിക്കുകയാണ് മാനവരാശിയുടെ ലോക ചരിത്രം. പാപം ചെയ്തയാൾക്ക് ശിക്ഷയുണ്ടാകണം. അങ്ങനെ പാപി ശിക്ഷിക്കപ്പെടുകയാണ്. ആ പാപത്തിന് ശിക്ഷ കൽപ്പിച്ചിരിക്കുകയാണ്. ആ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ടാകണം, വിടുതലുണ്ടാകണം.
അവിടെ യാഗങ്ങൾ ഉണ്ടാവുകയാണ്. പാപത്തിൻ്റെ പരിഹാരാർത്ഥം യാഗമുണ്ടാവുകയാണ്. അത് ന്യായപ്രമാണം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ക്രൂശീകരണം ഒരു യാഗമായിട്ട് അവസാനിക്കേണ്ടി വന്നിരിക്കുന്നു. ധാരാളം ജന്തുക്കളെ, മൃഗങ്ങളെ, ജീവികളെ, കുറുപ്രാക്കളെ, ആട്ടുകൊറ്റന്മാരെല്ലാം നിരനിരയായി യാഗമായിട്ട് അർപ്പിക്കുക. അത് മോശയിലൂടെ ലഭിച്ചിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ അവസ്ഥയാണത്. എന്തിനാണ് ഈ പാപത്തിൻ്റെ പരിഹാരാർത്ഥം ഈ ക്രൂരമായ മൃഗബലി നടക്കേണ്ടി വരുന്നത്? അന്ന് അവർ കണ്ടെത്തിയ മാർഗം അതാണ്. എന്നാൽ യേശുക്രിസ്തു വാസ്തവത്തിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ വിചാരണയാണ്, ദൈവത്തിൻ്റെ മഹാപദ്ധതിയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ യാഗങ്ങൾ അവസാനിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നുണ്ട്, ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാതൊരു യാഗത്തിൻ്റെയും ആവശ്യമില്ല. യാഗം അവസാനിക്കുകയാണ്. യാഗപരമ്പരയ്ക്ക് നിത്യമായി തിരശ്ശീല വീണു കഴിഞ്ഞിരിക്കുന്നു. പാപത്തിൻ്റെ പരിഹാരാർത്ഥം ഇനി യാഗം ആവശ്യമില്ല. ധന്യനായ പൗലോസ്ലീഹ പറയുന്നത്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. പാപങ്ങളുടെ പര്യവസാനം, പാപങ്ങളുടെ പരിഹാരത്തിൻ്റെ പര്യവസാനം, ഇതെല്ലാം തിരശ്ശീല വന്നു വീണിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗത്തിലൂടെയാണ്. യേശുക്രിസ്തു രക്തം ചൊരിഞ്ഞു. ആ രക്തം മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരാർത്ഥമാണ്. അത് പ്രായശ്ചിത്തമായി ഭവിച്ചിരിക്കുകയാണ്. ആ കടം വീട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശുദ്ധീകരണം എന്ന് പറയുന്നത്, പാപത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് കാൽവരിയിൽ കർത്താവായ യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തത്താണ്. പാപത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. ഇന്നും പാപം ചെയ്യുന്നവരുണ്ട്, കുറ്റകൃത്യങ്ങളുണ്ട്, സദാചാരബോധമുണ്ട്, സന്മാർഗശാസ്ത്രമുണ്ട്, പരിജ്ഞാനമുണ്ട്, ലോകജ്ഞാനം വികസിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിന് അടിവരയിടുവാൻ ആർക്കും സാധ്യമല്ല. സാക്ഷരത എത്രമാത്രം പുരോഗതി പ്രാപിച്ചാലും മനുഷ്യൻ പിന്നെയും കുറ്റം ചെയ്യുകയാണ്. എന്നാൽ ഈ കുറ്റത്തിന് അടിവരയിടണം എന്നുണ്ടെങ്കിൽ, പാപത്തിന് അടിവരയിടണമെന്നുണ്ടെങ്കിൽ, അരുത് എന്ന് പാപത്തിനെതിരെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാഗൽഭ്യമുള്ള ഒരേ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. ആത്മീയ നേതാവ് മാത്രമേ ഉള്ളൂ. സ്പിരിച്വൽ നേതാവ് മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിനാണ്. യേശുക്രിസ്തു പാപത്തെ ജയിച്ചവനാണ്. പൊൻകുന്നം വർക്കി ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു, നമുക്കറിയാം. അദ്ദേഹം യേശുവിനെ പറ്റി അടുത്തും അകലെ നിന്നും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെയൊക്കെ ആണെങ്കിലും യേശു ആരെയും ചതിച്ചിട്ടില്ല എന്നാണ്. അതൊരു വലിയ കമൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരെയും ചതിക്കാത്ത ഒരു മനുഷ്യൻ. യേശു ആരെയും ചതിച്ചിട്ടില്ല. യേശു ചെയ്തത് ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട, പാപബന്ധനത്തിലകപ്പെട്ട, അസ്വസ്ഥതയുള്ള, സഹിക്കാനാവാത്ത നിലയിൽ ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളിലൂടെ കടന്നുപോയ അനേക ആളുകളേക്ക് സ്വസ്ഥതയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ യേശുവിന് സാധിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ പ്രസംഗം കേൾക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ്. പാടില്ല, എൻ്റെ അടുക്കലേക്ക് അടുത്തു വരരുത്. അതാണ് ആളുകൾ ഇപ്പോൾ പറയുന്നത്. നേതാക്കന്മാർ പറയുക, എനിക്ക് നിങ്ങളെ കാണാനോ കേൾക്കുവാനോ സമയമില്ല. ആളുകൾ പറഞ്ഞൊഴുകുകയാണ്. പാപം പേറി അസ്വസ്ഥതയായി മാനസികമായി സംഘർഷാവസ്ഥ അനുഭവിക്കുന്ന ആളുകളെ കണ്ട് ഭയന്ന് ജനനേതാക്കന്മാർ ഓടി ഒളിക്കുമ്പോൾ യേശു പറയുക, എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ ഭാരം എത്ര വലുതായാലും, നിങ്ങളുടെ ചുമട് എത്ര വലുതായാലും, നിങ്ങൾക്ക് സഹിക്കാനാവാത്ത അവസ്ഥയിലായാലും, നിങ്ങളുടെ ബന്ധനം എത്ര ക്രൂരമായാലും എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അങ്ങനെ പറഞ്ഞേച്ച് ഒളിച്ചു പോകുന്നയാളല്ല കർത്താവായ യേശുക്രിസ്തു. തൻ്റെ അടുക്കലേക്ക് വരുന്നവരോടും തൻ്റെ അടുക്കലേക്ക് അടുക്കാതെ അകന്നു നിൽക്കുന്നവരോടും ഒരുപോലെ അടുത്തു ചെന്ന് യേശു അവരെ സ്പർശിച്ച് തൊട്ട് അവരോട് ഇടപെട്ട് സ്വാന്തനപ്പെടുത്തി ആശ്വാസവും വിടുതലും നൽകി സ്വതന്ത്രരാക്കി
സ്വസ്ഥമായ ജീവിത രംഗത്തേക്ക് നയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ഈ ദൈവത്വം, യേശുവിൻ്റെ ദിവ്യത്വം തെളിയിക്കുന്ന ആദ്യത്തെ അടയാളം നാം ചരിത്രത്തിൽ കാണുന്നത് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാണ്. മരണം എല്ലാവർക്കും ഉണ്ട്, എന്നാൽ ആർക്കും സാധ്യമല്ലാത്ത ഒന്ന് ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ്. എന്താ കർത്താവിൻ്റെ അവസ്ഥ, യേശു ക്രിസ്തുവിൻ്റെ അവസ്ഥ? യേശു ക്രൂശിക്കപ്പെട്ടു, അത് ചരിത്ര സംഭവമാണ്. അതുപോലെ തന്നെ കൃത്യം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ച് മരണം കൊണ്ട് വിജയിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു. ആ ഉയർപ്പ് യേശു കേവലം ഒരു മനുഷ്യനല്ല എന്ന് വെളിപ്പെടുത്തുകയാണ്, ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് വെളിപ്പെടുത്തുകയാണ്. അവിടുന്ന് ദിവ്യമായ ഒരാത്മീയ വ്യവസ്ഥിതിയുടെ പദ്ധതിയുടെ മഹാരഥനാണ്. മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. പ്രവാചകന്മാർ മടങ്ങിപ്പോയി, വിപ്ലവാത്മകമായ സന്ദേശങ്ങൾ നൽകി തിരിച്ചുപോയി, മടങ്ങിപ്പോയി. അവരാരും ഇനി ചരിത്രത്തിലേക്ക് തിരിച്ചു വരികയില്ല. എന്നാൽ ഇന്നും തിരിച്ചു വരുന്ന ഒരാളുണ്ട്, ആളെ പ്രതീക്ഷിച്ച് കഴിയുന്ന ജനസഞ്ചയങ്ങളുണ്ട്, ജനസമൂഹമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നു. ആ ഒരു പ്രതീക്ഷയാണ് ഇന്ന് ലോകത്തിലുള്ളത്. ഞാൻ പറയാം, നിങ്ങൾക്കറിയാം, ലോകം അസ്വസ്ഥമാണ്. വന്നു പോയി, നേതാക്കന്മാർ വന്നു കടന്നുപോയി, ദാർശനികന്മാർ വന്നു കടന്നുപോയി, കലാകാരന്മാർ വന്നു കടന്നുപോയി, ലോക നേതാക്കന്മാർ വന്നു കടന്നുപോയി. അവർക്ക് ആർക്കും ഇനി ചരിത്രത്തിലേക്ക് തിരിച്ചു വരവില്ല. ലോകം അവരെ ആരെയും ഇനി തിരിച്ചു വിളിക്കുന്നില്ല, അവർ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ആ ചരിത്രം അവർക്ക് എതിരായി അടഞ്ഞു കിടക്കുന്നു. എന്നാൽ ലോകം ഇന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരേ ഒരു ജനകീയനായ ലോക നേതാവ് മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് വരും. ആ പ്രതീക്ഷ ലോകത്തിനുണ്ട്, ജനങ്ങൾക്കുണ്ട്. ലോകമെമ്പാടുമുള്ള വേദനിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, അസ്വസ്ഥരായി കഴിയുന്ന, ഒരു നിലയിലും ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള ഭാരത്തോടെ കഴിയുന്ന, സങ്കടത്തോടെ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഒരു ചെറിയ ദീപനാളം ഇന്നും ജ്വലിച്ച് പ്രകാശിക്കുന്നുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് അവർ വളരെയേറെ ആഗ്രഹത്തോടും താല്പര്യത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ അവരെ നോക്കി നിൽക്കുകയാണ്. അതേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരികയാണ്. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയോ കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോഴും ലോക നേതാക്കന്മാർക്ക്, ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർക്ക് നെഞ്ചിടിക്കുകയാണ്. ലോകത്തിൻ്റെ ഗതി എങ്ങോട്ടാണ്? യുദ്ധത്തിൻ്റെ സംഭ്രമജനകമായ ഉദ്വേഗകരമായ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെടിയൊച്ചകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതങ്ങൾ തകർക്കപ്പെടുകയാണ്. രാഷ്ട്രങ്ങൾ ഇടിഞ്ഞു വീഴുകയാണ്. എന്തും ഏതും എവിടെയും എന്തും സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരൊറ്റ പ്രകാശം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. ആ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്, ഈ ലോകത്തിലുണ്ട്. അവരുടെ പ്രതീക്ഷയാണ്, അവർ പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്. അപ്പോൾ യേശു ക്രിസ്തു ചരിത്രത്തിലേക്ക് വന്നു. യേശു ക്രിസ്തു ചരിത്രത്തിനോടൊപ്പം നടന്നു, ജീവിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദൗത്യമുണ്ടായിരുന്നു. ലോകത്തെ, ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളത്. ആ ദൗത്യം കർത്താവായ യേശു ക്രിസ്തു ഇതാ കാൽവരിയിൽ പൂർത്തിയാക്കി സാക്ഷാത്കരിച്ചു. അവിടുന്ന് രക്തം ചൊരിഞ്ഞു. ആ രക്തത്താൽ ജനത്തിന് വീണ്ടെടുപ്പുണ്ടായി, നിത്യജീവനുണ്ടായി, അവർക്ക് ആശ്വാസമുണ്ടായി, സമാധാനമുണ്ടായി. ആ ക്രൂശീകരണത്തിന് ശേഷം അവിടുന്ന് അടക്കപ്പെട്ടു. പക്ഷേ ആ കല്ലറയ്ക്ക് യേശുവിനെ ഒതുക്കി നിർത്തുവാൻ, തടഞ്ഞു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. യേശു ക്രിസ്തു പറഞ്ഞിരുന്ന പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. എന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ വിശ്വാസ കണ്ണുകളിൽ ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. നമ്മുടെ ഹൃദയ കണ്ണുകളിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി ഇന്നും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ചരിത്ര താളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചരിത്ര പുരുഷനല്ല കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു കാലാതിവർത്തിയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇന്നും യേശു ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യം
വിശ്വസിക്കുന്നവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ആ യേശുവിൻ്റെ ജീവിതത്തിൽ സ്വാധീനത ലഭിച്ചിട്ടുള്ള അനേക ആളുകൾ, കോടാനുകോടി ആളുകൾ ഇന്നും അനശ്വരനായ യേശുവിൻ്റെ പുറകെ പോവുകയാണ്. ആ യേശു നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂരിടലിൽ, അന്ധകാരവേളകളിൽ, നിരാശ തളം കെട്ടി കിടക്കുന്ന സ്ഥലത്ത് വഴിയറിയാതെ ലക്ക് നഷ്ടപ്പെട്ട സ്ഥിതിയിൽ നമ്മെ നയിക്കുകയാണ്. വെളിച്ചമേ നയിച്ചാലും നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മെ നയിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴി ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവനെ പിൻഗമിക്കുമ്പോൾ, അവനെ പിൻപറ്റുമ്പോൾ, അവൻ്റെ പുറകെ പോകുമ്പോൾ അവൻ്റെ സാന്നിധ്യം അദൃശ്യമെന്ന് പറയാമെങ്കിലും ആ സാന്നിധ്യം വിശ്വാസത്താൽ നമുക്ക് അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുണ്ട്. യേശു വെറും വാക്കുകൾ പറഞ്ഞ് ആളുകളെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുക മാത്രമല്ല, അവരെ തൻ്റെ അടുക്കൽ നിലനിർത്തി മുൻപോട്ട് പോവുകയാണ്. കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടാകും. അത് വലിയ ഒരു വാഗ്ദാനമാണ്. നമുക്ക് നമ്മുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന, പെരുപ്പിക്കുന്ന, സജീവമാക്കുന്ന, ശക്തിമാക്കുന്ന ഒന്നാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടാകും. നമ്മോടുകൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. എക്കാലം അവരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് നാം സ്വപ്നം കണ്ടു, ശരിയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവരാരും നമ്മോടുകൂടിയില്ല. ഈ നാടകരംഗങ്ങളിൽ ഇന്ന് നാം കാണുന്ന എത്രയോ ആളുകൾ മറിഞ്ഞു പോകും, പോയിപ്പോകും. ഓർമ്മിക്കുവാൻ പോലും നിവൃത്തിയില്ലാത്തതുപോലെ അവളുടെ ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയിലാകും. എന്നാൽ ഇന്നും സജീവമായി ആ ദിവ്യമായ സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടിയുണ്ട്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ ഇടപെടുന്ന വേളകളിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആ യേശുവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നിങ്ങൾക്ക് ഇന്നും കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളെ അവഗണിക്കാത്ത, നിങ്ങളെ ഉപേക്ഷിക്കാത്ത, നിങ്ങളെ ഒഴിവാക്കുന്ന, നിങ്ങളെ വിട്ടുകളയുന്നൊരു സ്വഭാവമല്ല നിങ്ങളുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന, ഒരു സുഹൃത്തിനേക്കാൾ ശ്രേഷ്ഠമായ സൗഹൃദ ബന്ധം പുലർത്തുന്ന, ഇടപെടുന്ന, നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന ഹൃദയം മനസ്സിലാക്കി അതിൻ്റെ ഉൾപ്പുകളിലെ നിരാശയും സങ്കടവും തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ തോളിൽ തട്ടി നിങ്ങളോട് ആശ്വാസത്തിൻ്റെയും വിടുതലിൻ്റെയും സംസാരം, സ്വരം തരുന്ന, ഹൃദയമായി നിങ്ങൾ ഇടപെടുന്ന ആ ഒരു കർത്താവിൻ്റെ ദിവ്യ സമാധാനം, ദിവ്യ സാന്നിധ്യം ഇന്നും നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ, ആ സ്പർശം തിരിച്ചറിയുവാൻ നമുക്കുണ്ടാകേണ്ട മാധ്യമം, നാം ഉപയോഗിക്കേണ്ട ഉപാധി എന്ന് പറയുന്നത് കേവല വിശ്വാസം മാത്രമാണ്. വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, വിശ്വസിച്ചാൽ അവിടുത്തെ മഹത്വം തിരിച്ചറിയുവാൻ സാധിക്കും, അവിടുത്തെ വിടുതൽ അനുഭവിക്കാൻ സാധിക്കും, അവിടുത്തെ ഏറ്റവും ഊഷ്മളമായ സ്വരം കേൾക്കാൻ സാധിക്കും, മൃദു സ്വരം കേൾക്കാൻ സാധിക്കും. നാം വിലപിക്കുമ്പോൾ, കരയുമ്പോൾ നമ്മെ കേൾക്കാൻ ആരും ഉണ്ടായില്ല എന്ന് വരാം, നമ്മെ സഹായിക്കാൻ ആരും ഓടി വന്നു എന്ന് വരികയില്ല. വരുമെന്ന് നമുക്ക് സങ്കല്പിക്കാം, ഊഹിക്കാം, നിരൂപിക്കാം, കണക്ക് കൂട്ടാം. പക്ഷെ അവരെല്ലാം ആവശ്യ സമയത്ത് നമ്മെ അവഗണിച്ച് വിട്ട് പോവുകയാണ്. എന്നാൽ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്ന് നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ ഇന്നും ഈ കർത്താവിന് കഴിയും. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിൽ ആശ്വാസമായി എന്ന് ഇന്നും എനിക്ക് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ സാക്ഷിക്കുവാനായിട്ട് സാധിക്കും. യേശുവിനെ കണ്ടത് എൻ്റെ ജീവിതത്തിൽ ഗുണമായി, എൻ്റെ ജീവിതത്തിൽ ആശ്വാസമായി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഭവമായി ഞാൻ അവിടുത്തെ കണ്ടത്. ഞാൻ കണ്ട ക്രിസ്തു ഇതാണ്. കുറേ സിദ്ധാന്തങ്ങൾ കൈമാറിപ്പോയവനല്ല, എൻ്റെ കൂടെ നിന്ന് എനിക്ക് വഴി പറഞ്ഞു തന്ന് ഞാൻ പോകേണ്ട വഴിയിലൂടെ എന്നെ അത്ഭുതകരമായ ജയോത്സവമായി നടത്തുന്ന ആ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഞാൻ ഇന്നും അവിടുത്തോടുകൂടെ ജീവിച്ച് അവിടുത്തെ വഴികളിൽ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അധ്വാനിച്ച് മുൻപോട്ട് പോവുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളുമായി
പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം എനിക്കുണ്ട്. ഇതിന് അവസരമൊരുക്കി തന്ന എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാ അർത്ഥത്തിലും ഞാൻ നന്ദിയും കടപ്പാടുമുള്ളവനാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.